ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാച്ചൂസ് ഫീൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കുക്കറിൽ വെച്ച് ഈസി ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി സവാള താണ്ടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചതച്ചതാണ്. ആദ്യം തന്നെ ഒരു കുക്കർ വെച്ച് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ്റെ അളവനുസരിച്ച് വേണം നിങ്ങൾ എണ്ണയൊക്കെ ചേർക്കാൻ വേണ്ടി. നമ്മൾ കുറച്ച് കഴിഞ്ഞ് കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചതച്ച് വെച്ചതിന് കുറച്ചെടുത്ത് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. അതായത് ചെറിയ ഉള്ളിയും ഇഞ്ചി ഒരു ചെറിയ 2 പീസും പിന്നെ വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും ആണ് ചതച്ചെടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മളൊരു 3 സവാള കട്ട് ചെയ്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഈ സവാളയും ചെറിയ ഉള്ളിയും ഇതൊക്കെ ചേർക്കുന്ന സമയത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ സവാള ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ എണ്ണ കുറച്ചളവിലാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വാട്ടിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. 2 ടൊമാറ്റോയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് 2 പച്ചമുളക് ഞാൻ ഇതായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിൾ കറിയാണ് ഇത്. നമുക്ക് ചോറിനും പലഹാരത്തിനും ഒക്കെ എടുക്കാൻ പറ്റും. ഇത് നല്ല കുറുകിയ ചാറൊന്നുമില്ല കേട്ടോ, കുറച്ച് അരപ്പോട് കൂടിയുള്ള കറിയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ചെറിയ ഗ്ലാസ്സിലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ദാണ്ടെ ഒരു 3 വിസിലിന് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലവണ്ണം ഇറങ്ങിയിട്ടുണ്ട് ചിക്കനിൽ നിന്ന്. ചിക്കൻ ഏതാണ്ട് ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ്ട് ഞാൻ ചേർക്കുന്ന പൊടികൾ, ഞാൻ മിക്കപ്പോഴും വെക്കുന്ന ഒരു ചിക്കൻ കറിയാണ്, ഇത് നിങ്ങൾ നോക്കി നോക്കൂ. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 1/4 ടേബിൾ സ്പൂണാണ്. ഇത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഏറ്റവും കുറഞ്ഞ അളവിലേ ചേർക്കുകയുള്ളൂ, ഒരു 3/4 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി നിങ്ങൾക്ക് എരിവ് കൂടുതൽ കുറഞ്ഞ അതുപോലെ മുളക് നോക്കി ചേർക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇനി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു 3/4 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഇനി ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ ചിക്കൻ കറിക്കൊക്കെ ചിക്കൻ മസാല ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവറാണ്. ഇനി ഗരം മസാല പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇത് ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ചിക്കൻ ഒരു 3/4 ഭാഗത്തോളമേ വെന്തിട്ടുള്ളൂ, മൊത്തം വെന്തിട്ടില്ല. ഫ്ലെയിം കൂട്ടി വെച്ചുള്ള ഞാൻ 3 വിസിലാണ് കേൾപ്പിച്ചെടുത്തത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കുറച്ച് ഞാൻ എണ്ണയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇപ്പോൾ ഈ എണ്ണയും കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ എണ്ണ ആദ്യം ചേർത്തെങ്കിൽ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് കുറച്ചുകൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഇതുപോലെ ഇനി ഇത് വേഗം തന്നെ തയ്യാറാകും. അപ്പോൾ ഇനി നമുക്ക് വിസിൽ വെച്ച് അടച്ച് ഇതുപോലെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒരു വിസിലും കൂടെ കേൾപ്പിക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ചിക്കൻ കറി ഇതാ തയ്യാറായിട്ടുണ്ട്. ഇത് ഞാൻ നല്ല വറ്റിച്ച് കുറുകിയൊന്നുമല്ല എടുക്കണേ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കൂടുതലും പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതായത് ഇതുപോലെ ഇത് ഇത്രയും വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കുറുകിയെടുക്കാം, പക്ഷേ ഈ കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മളിതിലോട്ട് മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകവും മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി, ഈസി കുക്കർ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കാം. അപ്പോൾ നോമ്പൊക്കെ പിടിച്ച് തളർന്നിരിക്കുന്ന സമയത്തിന് വേഗം തയ്യാറാക്കാൻ തട്ടിക്കൂട്ടി തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ ഇതുപോലത്തെ ചിക്കൻ കറിയൊക്കെ സ്ഥിരം വെക്കാറുണ്ടോ എന്ന് ഒരിക്കലെങ്കിലും വെച്ച് നോക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.